എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ആത്മീയ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പല കോണുകളിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള ചോദ്യത്തെ ആസ്പദമാക്കിയിട്ടാണ്. അത് പലർക്കും പല സംശയങ്ങളുള്ള ഒരു വിഷയം തന്നെയാണ്. അതായത് കുണ്ടലിനി എനർജി, കുണ്ടലിനി ശക്തി എന്താണെന്നും കുണ്ടലിനി എനർജി ഉണർന്നു കഴിഞ്ഞാൽ മനുഷ്യനിൽ അവനിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ പ്രസക്തമായ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, കുണ്ടലിനി എനർജി ഉണർന്നാൽ, അത് ഒരാൾ ചോദിച്ചിട്ടുള്ള കുണ്ടലിനി ഉണർന്നാൽ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് കുണ്ടലിനി എനർജി എന്ന് നോക്കാം. കുണ്ടലിനി ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിവൈൻ എനർജിക്കാണ് നമ്മൾ ഈ പേരിട്ട് കുണ്ടലിനി ശക്തി എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തില്, നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലാണ് കുണ്ടലിനി ശക്തി നിലനിൽക്കുന്നത്. നമ്മുടെ സ്ഥൂല ശരീരത്തെക്കാൾ ഉപരി സൂക്ഷ്മ ശരീരത്തിലാണ് കുണ്ടലിനി എനർജി നിൽക്കുന്നത്. അപ്പൊ ഈ കുണ്ടലിനി എനർജി എന്ന് നമ്മൾ സാധാരണഗതിയിൽ സ്പോട്ട് ചെയ്യുന്നത് മൂലാധാരത്തിനും സ്വാധിഷ്ഠാനത്തിനും ഇടയ്ക്കുള്ള ഭാഗത്തിലാണ് ഈ എനർജി നിലനിൽക്കുന്നത്. അപ്പോൾ ഈ എനർജി പൂർണ്ണമായിട്ടും ഉണർന്ന ആളുകളെ ആണ് നമ്മൾ ഋഷിവര്യന്മാര്, യോഗികൾ എന്നൊക്കെ പറയുന്നത്. അതായത് ജ്ഞാനം പ്രാപ്തരാകുന്ന ആളുകളുടെ ഈ എനർജി പൂർണ്ണമായിട്ട് ഉണർന്ന സഹസ്രാരത്തിൽ വന്ന് നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ ജ്ഞാനികൾ എന്ന് പറയാം. അപ്പൊ സഹസ്രപത്മത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനർജി ഉണർന്ന് കുണ്ടലിനി മൂലധാരത്തിൽ നിന്ന് ഉണർന്ന് സഹസ്രപത്മത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പൂർണ്ണതയിൽ എത്തി എന്ന് പറയാം. അവരെയാണ് ബുദ്ധൻ എന്ന് പറയാം. അപ്പൊ ഈ എനർജി എന്ന് പറഞ്ഞാൽ, ഈ കുണ്ടലിനി ശക്തി എന്ന് പറഞ്ഞാൽ 3.5 ചുറ്റ് കോയിലായിട്ടാണ് സാധാരണഗതിയിൽ മൂലാധാരത്തില് 3.5 ചുറ്റ് കോയിലിൽ അല്ലെങ്കിൽ 3.5 ചുറ്റിൽ നിൽക്കുന്ന ഒരു രൂപത്തിൽ നിൽക്കുന്ന ഒരു സർപ്പാകൃതിയിലുള്ള എനർജിയാണ് ഇത്. അത് സാധാരണഗതിയിൽ എല്ലാ സാധാരണ ഭൗതികനായി ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെ ഇടയിലും അത് ഡോർമെന്റ് ആയിട്ട് കിടക്കുക. അതായത് അത് ഉണരാതെ ഒരു ഡോർമെന്റ് അവസ്ഥയിൽ, ഗുപ്താവസ്ഥയിൽ നിലനിൽക്കുകയാണ് ചെയ്യുക. എന്നാൽ ആത്മജ്ഞാനത്തിലേക്കോ ആത്മീയതയിലേക്കോ നീങ്ങുമ്പോൾ ഈ എനർജി പതുക്കെ ഉണരും. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പം ഇന്ന് നമ്മൾ കാണുന്ന സോക്കോൾഡ് ആത്മീയതയല്ല യഥാർത്ഥ ആത്മീയത. പലപ്പോഴും നമ്മൾ ഈ കുണ്ടലിനി ഉണർത്താൻ വേണ്ടിയിട്ട് പല യോഗ കേന്ദ്രങ്ങളിലും മെഡിറ്റേഷൻ സെന്ററുകളിലും നിങ്ങൾ കുണ്ടലിനി ഉണർത്തി നിങ്ങളിൽ പല അത്ഭുതങ്ങളും സിദ്ധികളും നേടിത്തരാം എന്നൊക്കെ പറയുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന താൽക്കാലികമായിട്ടുള്ള എനർജീൻ്റെ ചില വേരിയേഷൻസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിൽ നമ്മൾ പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഈ കുണ്ടലിനി എനർജി എന്നാൽ ദൈവികമായ എനർജിയാണ്, ഡിവൈൻ എനർജിയാണ്. അത് ലൈംഗിക ഊർജവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിനെ ഉണർത്തണമെങ്കിൽ അല്ലെങ്കിൽ അത് ഉയരണമെങ്കിൽ സ്വാഭാവികതയിലാണ് ഈ എനർജി ഉണരുക. നമ്മൾ പലപ്പോഴും ഡെലിബറേറ്റ് ആയിട്ട്, ഫോഴ്സ്ഫുൾ ആയിട്ട് ഈ എനർജീനെ ഉണർത്താൻ ശ്രമിക്കുന്നതാണ് നമ്മൾ പലപ്പോഴും യോഗ കേന്ദ്രങ്ങളിലും മെഡിറ്റേഷൻ സെന്ററുകളിലൊക്കെ കാണുന്നത്. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾക്കും ഇതുപോലുള്ള പല അനുഭവങ്ങളും ഈ കേന്ദ്രങ്ങളിൽ പോയിട്ട് പഠിച്ചിട്ട് പലപ്പോഴും പല പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ വരെ ഉണ്ട്. അപ്പൊ ഈ എനർജി ഉണർന്നു കഴിഞ്ഞാൽ, അതായത് പക്വമാവാത്ത, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം, പാകമാകാത്ത ഈ വ്യക്തികളിൽ ഈ എനർജി ഉണർന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളിലേക്ക് അത് വഴിതെളിക്കും. അതായത് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു പവർ ഹൗസിലെ ഒരു ഡാമിൽ നിന്ന് നമ്മൾ പവർ സപ്ലൈ ചെയ്യുമ്പം വളരെ ഹൈ വോൾട്ടേജ് ഉള്ള പവർ ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മുടെ ചെറിയ KV ലൈനിൽ, കിലോ വാട്ട് ലൈനിലൂടെ കടത്തിവിട്ട് കഴിഞ്ഞാൽ
ആ ലൈനൊക്കെ കത്തി ചാമ്പലായി പോകും. അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിലേക്ക് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ കപ്പാസിറ്റി കുറഞ്ഞ ട്രാൻസ്ഫോമറിലേക്ക് കടത്തിക്കൊണ്ട് ട്രാൻസ്ഫോമർ വരെ കത്തിപ്പോകും. അതേപോലെ തന്നെയാണ് നമ്മൾ മാനസികമായും ശാരീരികമായിട്ടും ഭാഗമാകാത്ത ആളുകൾ ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ വേണ്ടിയിട്ട് പല മെഡിറ്റേഷൻ സെൻ്ററുകളിലും യോഗ സെൻ്ററുകളിലൊക്കെ പോയിട്ട് ചെയ്യുമ്പോൾ അവർ നിങ്ങളുടെ മാനസികമായ മെച്യൂരിറ്റി അല്ലെങ്കിൽ വാസന, ഇപ്പം നമ്മൾ പറയാം ചിത്തശുദ്ധീകരണം, അല്ലെ യമനിയമങ്ങളെല്ലാം പാലിച്ച് ചിത്തം ശുദ്ധീകരിച്ച് പൂർണ്ണതയിൽ നിൽക്കുന്ന ഒരാളിൽ എനർജി ഉണർന്നു കഴിഞ്ഞാൽ അതിന് ദോഷം സംഭവിക്കില്ല. അതേ സമയത്ത് വാസനാലിപ്തയിൽ നിൽക്കുന്ന കാമക്രോധ മത മത്സരാർത്ഥി ഉള്ള ആഗ്രഹങ്ങളിലൊക്കെ നിൽക്കുന്ന ഈ മനുഷ്യര് ഈ എനർജിനെ ഉണർത്താൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ സെന്ററുകളിലും യോഗ സെന്ററുകളിലൊക്കെ പോയിട്ട് ഉണർത്തി കഴിഞ്ഞാൽ സംഭവിക്കുക അവർക്ക് കിട്ടുന്ന ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും. കാരണം ഈ എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരാത്മാവിലേക്കുള്ള യാത്രയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആത്മാവിനെ അറിയാനുള്ള നമ്മുടെ ഒരു ശക്തി തന്നെയാണ് ഈ എനർജി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറയാമല്ലോ ഈ കുണ്ടലിനി എനർജി എന്ന് പറഞ്ഞാൽ ലൈംഗിക ഊർജം തന്നെയാണ്. അപ്പൊ ഈ ലൈംഗിക ഊർജം മൂലാധാരത്തിൽ നിന്ന് ഉണർന്ന് അത് പല കേന്ദ്രങ്ങളിലും അത് നമ്മൾ പറയാം 6 ചക്രങ്ങളെയെല്ലാം ഭേദിച്ച് മേലേക്ക് ഉയരുമ്പം അതിനെ സ്വാഭാവികതയിൽ ഉണരണം. അപ്പൊ അത് സ്വാഭാവികതയിലേക്ക് ഉണരണമെങ്കിൽ നമ്മളിൽ നമ്മുടെ സ്ഥൂല ശരീരത്തോടൊപ്പം തന്നെ സൂക്ഷ്മ ശരീരത്തെയും ശുദ്ധീകരിക്കണം. അപ്പൊ സ്ഥൂല ശരീരത്തെ നമുക്ക് കുളിച്ച് വൃത്തിയാക്കിയാൽ അത് ശുദ്ധിയാവും. എന്നാൽ നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞാൽ ചിത്തശുദ്ധി വരുത്തുക എന്നുള്ളതാണ്. അതായത് കാമ ക്രോധ മത മത്സരാർത്ഥി തുടങ്ങിയിട്ടുള്ള നമ്മുടെ വിചാരങ്ങളിൽ നിന്നെല്ലാം മുക്തനായിട്ടുള്ള ഒരു വ്യക്തിയായി മാറുമ്പോൾ മാത്രമേ നമ്മളിലെ ഈ ചിത്തം ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. അപ്പൊ നമ്മളിലെ അസൂയയും വെറുപ്പും വിദ്വേഷവും സ്വാർത്ഥതയും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ അത് എനർജി പലപ്പോഴും അതിൻ്റെ നേർമാർഗത്തിലായിരിക്കില്ല സഞ്ചരിക്കുക. അപ്പം നമ്മൾ പറയാ ഇപ്പം ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ ചെയ്യുന്ന ആളുകൾക്കറിയാം, നമ്മളെ സുഷുമ്ന നാഡി ആണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ നാഡി. അതുപോലെ നമ്മുടെ നമ്മുടെ തലച്ചോറിലേക്ക് ആശയവിനിമയം നടത്തുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സുഷുമ്ന നാഡിയിലൂടെയാണ്. സുഷുമ്ന നാഡിയുടെ 2 ഭാഗമായിട്ടാണ് ഇട പിംഗള നാഡി ഉള്ളത്. ഈ ഇട പിംഗള നാഡി, ഇട എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രനാഡിയും പിംഗള എന്ന് പറഞ്ഞാൽ സൂര്യനാഡിയാണ്. അതായത് ചന്ദ്രനാഡിയായ ഇട തണുത്ത പിന്നെ പ്രാണനെ വഹിക്കുന്നു. അതേപോലെ പിംഗള എന്നത് ചൂടുള്ള പ്രാണനെ വഹിക്കുന്ന നാഡിയാണ്. അപ്പോ അത് ശുദ്ധീകരിക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരാൾ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ നോർമലി ഈ പ്രാണസഞ്ചാരം നടക്കുന്നത് ഇടപിംഗളിലൂടെയാണ്. അതേ സമയത്ത് ഒരു യോഗിയുടെ പ്രാണൻ സഞ്ചരിക്കുന്നത് പൂർണ്ണമായിട്ടും നട്ടെല്ലിനുള്ളിലുള്ള സുഷുമ്ന നാഡിയിലൂടെ ആയിരിക്കും. അപ്പൊ ആ സുഷുമ്ന നാഡിയിലൂടെ പൂർണ്ണമായിട്ടും ഈ സഞ്ചാരം, നമ്മുടെ പ്രാണസഞ്ചാരം നടക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ നമ്മുടെ ബ്രീത്തിങ്ങില് ഇടതു മൂക്കിലും വലതു മൂക്കിലും നമ്മൾ കൈവച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരേപോലെ ശ്വാസം നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സുഷുമ്ന പൂർണ്ണമായിട്ടും ശുദ്ധീകരിച്ച് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അതേ സമയത്ത് നമ്മൾ ഈ സുഷുമ്ന പൂർണ്ണമായിട്ട് തുറക്കാത്തതാണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൂക്കിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസം കുറച്ച് സമയങ്ങളിൽ നമ്മുടെ ഇടതു മൂക്കിലൂടെയും കുറച്ച് സമയം വലതു മൂക്കിലൂടെയും ആയിരിക്കും സഞ്ചരിക്കുന്നുണ്ടാവാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിലെ 72,000 നാഡികൾ, നമ്മൾ പറയും 72,000 നാഡികൾ പൂർണ്ണമായിട്ടും ഉണ്ട്. അപ്പൊ ഈ നാഡികൾ ശുദ്ധീകരിക്കുക ആദ്യം ചെയ്യണം. അത് ശാരീരികമായിട്ട് ഇപ്പൊ സ്ഥൂല ശരീരത്തിൽ തന്നെ, അതേപോലൊപ്പം തന്നെ സൂക്ഷ്മ ശരീരമായിട്ടുള്ള നമ്മുടെ മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം ഇവയൊക്കെ ശുദ്ധീകരിച്ചിട്ട് ശേഷം മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള കുണ്ടലിനി എനർജി അതുപോലുള്ള പ്രാണായാമ യോഗ സെന്ററുകളിലൊക്കെ പോയിട്ട് ഉണർത്തി കഴിഞ്ഞാൽ നമുക്ക് ദോഷം സംഭവിക്കില്ല. കാരണം ഈ എനർജി എന്ന് പറഞ്ഞാൽ
കാര്യങ്ങളൊക്കെ പ്രാണായാമം ചെയ്യാം. അതേസമയത്ത് കുണ്ടലിനി എനർജീനെ ഉണർത്താൻ വേണ്ടി ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പോകുന്ന പല സ്ഥലങ്ങളിലും നമ്മൾ ചെയ്യേണ്ടത് പൂർണ്ണമായിട്ടും നമ്മൾ തന്നെ സംസ്കരിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. നമ്മൾ പൂർണ്ണമായിട്ടും ചിത്തശുദ്ധി വരുത്തി വാസനകളിൽ നിന്നെല്ലാം മുക്തമാക്കി ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം മുക്തനാക്കി പൂർണ്ണമായിട്ടും നമ്മൾ ആത്മജ്ഞാനത്തിലേക്ക് അല്ലെങ്കിൽ ആത്മാവിനെ അറിയാനുള്ള പാകപ്പെടുത്തിയിട്ടുള്ള ആളുകൾ മാത്രമേ ഈ കുണ്ടലിനി എനർജിനെ പൂർണ്ണതയിലേക്ക് ഉണർത്താൻ പറ്റൂ, അല്ലെങ്കിൽ ഉണർത്താൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം പലപ്പോഴും നമുക്ക് മാനസിക വിഭ്രാന്തിയിലേക്കും ഭ്രാന്തിയിലേക്കും ഒക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതായത് ഈ ഉണർന്ന ചില ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിന് പ്രശ്നം എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ഈ എനർജീനെ ഉണർത്തുന്നതിന് മുമ്പ് നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ സംസ്കരിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് മൂലാധാരത്തിലുള്ള ശക്തി തന്നെയാണ്. അത് ഉണർന്നെങ്കിൽ തന്നെയാണ്, അത് ഉണർന്ന് നമ്മുടെ സഹസ്രപത്മത്തിലേക്ക് ശിവശക്തി അതായത് ശിവവുമായിട്ട് യോജിക്കുമ്പോൾ മാത്രമേ നമ്മൾ പൂർണ്ണമായ ജ്ഞാനത്തിലേക്ക് എത്തുന്നുള്ളൂ. അതായത് മൂലാധാരത്തിൽ നിന്നത് സ്വാധിഷ്ഠാനത്തെ ചക്രത്തെ ഭേദിക്കുന്ന, സ്വാധിഷ്ഠാന ചക്രത്തിൽ നിന്നത് മണിപ്പുര ചക്രത്തെ ഭേദിക്കും, മണിപ്പുര ചക്രത്തിൽ നിന്നത് അനാഹത ചക്രത്തെ ഭേദിക്കും, അനാഹത ചക്രത്തിൽ നിന്നത് വീണ്ടും നമ്മുടെ വിശുദ്ധി ചക്രത്തെയും, വിശുദ്ധി ചക്രത്തിൽ നിന്ന് ആജ്ഞാചക്രത്തെയും, ആജ്ഞാചക്രത്തിൽ നിന്ന് സഹസ്രപത്മത്തിലേക്കുമാണ് അത് ഉണരുക. അപ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിലേക്ക് അതിനെ ആ എനർജി പാസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ പ്രാണായാമത്തിലൂടെയും ഈ ഇടപിംഗള നാഡികളെ ശുദ്ധീകരിക്കണം, സുഷുമ്ന നാഡിയെ ശുദ്ധീകരിക്കണം. അതിനുശേഷം മാത്രമേ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കുണ്ടലിനി എനർജിനെ ഉണർത്താനുള്ള കുണ്ടലിനി മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അത് ഒന്ന്. അതേപോലെ നമ്മൾ മാനസികമായിട്ടും നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിത്തശുദ്ധി വരുത്തണമെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും അത് ഗുരുവിനെ സമീപിച്ച് ചിത്തശുദ്ധി വരുത്താനുള്ള കാര്യങ്ങൾ, അതായത് ഒരുപാട് എല്ലാ മനുഷ്യർക്കും ഒരുപാട് കർമ്മപ്രാരാബ്ദങ്ങൾ ഉണ്ടാവാം, വാസനകൾ ഉണ്ടാവാം. അപ്പം നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഒരു വാസനലിപ്തമായ ഒരു സംഭവമാണ്. അതിനെ ശുദ്ധീകരിക്കാതെ നമ്മൾ ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് പ്രത്യേകിച്ചൊരു ഫലവും ഇല്ല, നമുക്ക് ദോഷമാണ് ഉണ്ടാവുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ, വാസനാലിപ്തമായ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിക്കുക. അത് ശുദ്ധീകരിച്ച ശേഷം മാത്രമേ സ്വാഭാവികതയിൽ തന്നെ ഈ എനർജി ഉണർന്നോളൂ. അതായത് നമ്മൾ പ്രത്യേകിച്ച് ഫോഴ്സ്ഫുൾ ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സ്വാഭാവികതയിൽ തന്നെ ഈ കുണ്ടലിനി എനർജി ഉണരും. അപ്പം ഇത്രയാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പം ഫോഴ്സ്ഫുൾ ആയിട്ട് ഈ എനർജിനെ ഉണർത്തുന്നതിന് മുമ്പായിട്ട് കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് വ്യക്തമായിട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.